ഈശ്വര, ഇതൊക്കെ ഞാൻ കാരണമാണല്ലോ. ചിപ്പുമോൾക്ക് തല്ല് കിട്ടാതെ രക്ഷിക്കണേ. അതിങ്ങെടുക്ക്. നീ ഇതൊക്കെ വേഗം തുടച്ചു മാറ്റ്. ശരി മാഡം. മോളെ, ചിപ്പി മോളെ, അമ്മയോട് പിണങ്ങിയോ? ഇങ്ങോട്ട് നോക്ക്. അമ്മയല്ലേ വിളിക്കുന്നേ? അമ്മയുടെ സങ്കടം മോള് കാണുന്നില്ലേ? അമ്മ ദേഷ്യപ്പെട്ടേനാണോ എന്റെ മോളിങ്ങനെ ആഹാരം കഴിക്കാതെ അമ്മയെ വിഷമിപ്പിക്കുന്നേ? ദേ, ആ സമയത്തെ അമ്മയ്ക്ക് ബിസിനസിന്റെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മോളെ. അതുകൊണ്ടാ അമ്മ അങ്ങനെ അറിയാതെ സംസാരിച്ചു പോയത്. അമ്മയുടെ ജോലി തിരക്കും ടെൻഷനും ഒക്കെ മോക്കറിയാവുന്നതല്ലേ. അതിന് ഇത്രയ്ക്ക് വലിയ വാശി വേണോ? അമ്മയുടെ വയറ്റിലൊരു തീ കോരിയിട്ട പോലെ ഇപ്പോ. സാരമില്ല, ഇന്ന് അമ്മ മോക്ക് വാരിത്തരാം. ഇന്ന് അമ്മയുടെ കയ്യിന്ന് മോള് കഴിക്കില്ലേ? അമ്മയുടെ ഒരു അല്പ സ്നേഹം ഉണ്ടെങ്കിൽ ചിപ്പി മോളിത് കഴിക്ക്. അമ്മയ്ക്ക് വേണ്ടി. ആ ആ ഇപ്പോ അമ്മയോടുള്ള പിണക്കമെല്ലാം മാറിയോ? ഓ, അത് ശരി. അപ്പൊ എന്നാലും അമ്മയുടെ മോള് മിണ്ടില്ലല്ലേ? ചിപ്പി മോളെ അമ്മയോട് മിണ്ടിക്കാൻ അമ്മയുടെ കയ്യിലൊരു മാജിക് ഉണ്ട്. സ്ലീപ്പ് ഓവർ അല്ലേ എന്റെ കുഞ്ഞുമോളുടെ പ്രശ്നം. അതിന് അമ്മ ഒരു സൂപ്പർ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അമ്മ സ്ലീപ്പ് പറഞ്ഞു പോയാൽ സമ്മതിച്ചോ? അമ്പടി കള്ളി, ഇപ്പൊ നിനക്ക് നല്ലോണം മിണ്ടാൻ അറിയാല്ലേ? അമ്മ സ്ലീപ്പ് പറഞ്ഞു പോയാൽ സമ്മതിച്ചല്ലോ, അതുകൊണ്ടാ ഞാൻ മിണ്ടിയത്. സമ്മതിച്ചു. എന്റെ മോള് സന്തോഷിക്കുന്നതിൽ കൂടുതല് ഈ അമ്മയ്ക്ക് എന്താ വേണ്ടേ? പക്ഷേ ഒരു കണ്ടീഷൻ. അതെന്ത് കണ്ടീഷൻ? സ്ലീപ്പ് ഓവറിന് വേറൊരാളുടെ വീട്ടിലേക്ക് മോള് പോകുന്നത് അമ്മയ്ക്ക് ഓക്കെ അല്ല. അമ്മയ്ക്ക് എന്റെ മോള് കൺവെട്ടത്തുനിന്ന് മാറി നിൽക്കുന്ന ഇഷ്ടമല്ല. പകരം എല്ലാ ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് വിളിച്ചോ. എന്നിട്ട് ഇവിടെ നിങ്ങൾ എല്ലാവരോടും അടിച്ചു പൊളിച്ചോ. എല്ലാ ഫ്രണ്ട്സിനെ? ശരിക്കും? എത്ര ഫ്രണ്ട്സിനെ വേണേലും വിളിച്ചോ, അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല. എല്ലാം അമ്മ റെഡിയാക്കി തരാം. താങ്ക് യു അമ്മേ. നോക്കി, ഇപ്പൊ മോള് ഹാപ്പി ആയില്ലേ? ഐ ആം വെരി
ചേട്ടാ ഒന്നും കൊണ്ട് പേടിക്കണ്ട. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് നിങ്ങളെ ബോട്ടിലെത്തിക്കുന്ന കാര്യം ഞാനേറ്റു. സംഗതി കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാ. എന്നാലും തൽക്കാലം രക്ഷപ്പെടാൻ ഇത് മാത്രമേ വഴിയുള്ളൂ. ബോട്ടിലെ ആളുകളെ വിശ്വസിക്കാമല്ലോ അല്ലേ? 100% വിശ്വസിക്കാം. തമിഴ്നാട്ടിലുള്ള ഒരു ഫിഷിംഗ് ബോട്ടായത്. അവരുടെ യാത്ര ഇനി കൊളംബോയിലേക്കാ. സുരക്ഷിതമായി ചേട്ടനെ അവരവിടെ എത്തിക്കും. കൊളംബോയിലെത്തിയാ പിന്നെ പേടിക്കാനില്ല. ഈ അന്വേഷണത്തിന്റെ ചൂടൊന്ന് തീരുന്നവരെ ഒളിച്ചിരിക്കാൻ ഇതിനേക്കാൾ പറ്റിയ സ്ഥലം വേറെയില്ല. ബോട്ടിലെ ആരും ചേട്ടനോട് ഒരു ചോദ്യം ചോദിക്കില്ല. അവരുടെ പണം എപ്പോഴേ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. ഹലോ, അത് എത്തിയോ? ഒരു 5 മിനിറ്റ്, ഇതാ ഇപ്പൊ വരാം. നിങ്ങൾക്ക് പോകാനുള്ള ടാക്സി വന്നിട്ടുണ്ട്. ടാക്സിയിൽ പോകാനോ? ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ടാക്സിയാ നല്ലത്. അതാവുമ്പോ റിസ്ക് ഇല്ല. എല്ലാം നിങ്ങളുടെ മാഡത്തിന്റെ ഏർപ്പാട് തന്നെയാ. എന്നാ പിന്നെ താമസിക്കണ്ട, നമുക്കിറങ്ങാം. വാ, പോവാം.